നിങ്ങളൊരു സാംസങ് ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ അറിയാത്ത കുറേ ഫീച്ചേഴ്സ് നിങ്ങളുടെ ഫോണിൽ ഒളിഞ്ഞിടപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള സാംസങ് ട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു ഹിഡൻ വൈഫൈ സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇത് എനേബിൾ ആക്കാൻ വേണ്ടി ആദ്യം വൈഫൈ സെറ്റിംഗ്സിലേക്ക് പോവുക. ആൻഡ് ഇവിടെ ഇന്റലിജന്റ് വൈഫൈ എടുക്കുക. ആൻഡ് അവിടെ ഇന്റലിജന്റ് വൈഫൈ വേർഷൻ കുറച്ചുവട്ടം ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കണക്ടിവിറ്റി ലാബ് എന്നൊരു ഓപ്ഷൻ എനേബിൾ ആവും. ഇവിടെ നമുക്ക് നോർമലി ഉള്ളതിനേക്കാളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വൈഫൈ കണക്ഷൻ ഡീറ്റെയിൽസ് കാണാം. അതുപോലെ ഇവിടെ ഉള്ള ഒരു അടിപൊളി ഓപ്ഷനാണ് ഹോം വൈഫൈ ഇൻസ്പെക്ഷൻ. ഇത് വെച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ വൈഫൈയുടെ ഡെഡ് സ്പോട്ട്സ് എല്ലാം കണ്ടുപിടിക്കാം. അടുത്തതായി സാംസങ് കീബോർഡിൽ വരുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായി സാംസങ് കീബോർഡിന്റെ സെറ്റിംഗ്സിലേക്ക് പോവുക. ആൻഡ് ഇവിടെ കീബോർഡ് ടൂൾ ബാർ എന്നൊരു ഓപ്ഷൻ കാണും, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ടൂൾ ബാർ കീബോർഡിൽ എനേബിൾ ആവും. ആൻഡ് ഇവിടെ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാക്ട് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ക്യാമറയുടെ പെർമിഷൻ ചോദിക്കും, അത് എനേബിൾ ആക്കിയിട്ട് ഇതുപോലെ ഒരു ടെക്സ്റ്റിന്റെ അടുത്ത് കൊണ്ടുവരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലുള്ള ടെക്സ്റ്റ് എല്ലാം ഇത് സ്കാൻ ചെയ്തെടുക്കും. അതേപോലെ അടുത്തൊരു കീബോർഡ് ഫീച്ചറാണ് ടെക്സ്റ്റ് ഷോർട്ട് കട്ട്സ്. അപ്പോൾ അതിനെ കീബോർഡ് സെറ്റിംഗ്സിൽ ടെക്സ്റ്റ് ഷോർട്ട് കട്ട്സ് എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ പോയി ആഡ് എ ഷോർട്ട് കട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് വേണ്ട ഷോർട്ട് കട്ട് ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇമെയിൽ അഡ്രസ്സ് വരുന്ന പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഇമെയിൽ എന്ന് ഞാൻ ടൈപ്പ് ചെയ്താൽ ഇതുപോലെ ഞാൻ ടൈപ്പ് ചെയ്ത ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഇത് നമുക്ക് നമ്മുടെ അഡ്രസ്സ് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ഹിഡൻ ഗാലറി ട്രിക്ക് ആണ്. ഇത് എനേബിൾ ആക്കി നമുക്ക് ഇതുപോലെ ആൽബംസ് ലോക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായി ഗാലറി സെറ്റിംഗ്സിലേക്ക് പോവാം. എന്നിട്ട് എബൌട്ടിലേക്ക് പോയി വേർഷൻ നമ്പർ കുറച്ച് നേരം ടാപ്പ് ചെയ്യുക. അപ്പോൾ ഗാലറി ലാബ്സ് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആവും. ഇനി ഇവിടെ ആൽബം എൻട്രി ലോക്സ് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഇതുപോലെ ആൽബംസ് ലോക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കുറേ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആളാണെങ്കിൽ ഈ ഓപ്ഷൻ എനേബിൾ ആക്കൂ. അപ്പോൾ അതിനായി സ്ക്രീൻഷോട്ട് സെറ്റിംഗ്സിൽ പോവുക. ഇവിടെ ഹൈഡ് സ്റ്റാറ്റസ് ആൻഡ് നാവിഗേഷൻ ബാർ പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് തന്നെ സ്റ്റാറ്റസ് ആൻഡ് നാവിഗേഷൻ ബാർ ക്രോപ്പ് ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് സേവ് ആവുക. അതുപോലെ സെറ്റിംഗ്സിൽ മോഷൻ ആൻഡ് ഗെസ്റ്റേഴ്സിൽ പോയാൽ പാം സ്വൈപ്പ് ടു ക്യാപ്ചർ എന്ന ഓപ്ഷൻ കാണും, ഇത് എനേബിൾ ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ കൈ ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവരാണ്. അതിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്ന ഈ റൂളർ ഐക്കണിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ കുറേ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ടിപ്പ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ടും അതേപോലെ നമ്പർ ഓഫ് പേഴ്സൺസും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പെർ ഹെഡ് എമൗണ്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആവും. അവസാനത്തെ ട്രിക്ക് പറയുന്നത് ഒരു ക്യാമറ സെറ്റിംഗ്സ് ആണ്. ഇത് മാറ്റിയാൽ നമ്മുടെ ക്യാമറ ആപ്പിലെ ഷട്ടർ ലാഗ് കുറയും. അപ്പോൾ അതിനായി ആദ്യം ക്യാമറ സെറ്റിംഗ്സിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ ഇന്റലിജന്റ് ഒപ്റ്റിമൈസേഷൻ പറഞ്ഞ ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്വാളിറ്റി ഒപ്റ്റിമൈസേഷൻ മിനിമം കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോസസ്സിംഗ് കുറച്ചുകൊണ്ട് നമ്മുടെ ഷട്ടർ സ്പീഡ് ഇൻക്രീസ് ആവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് തോന്നിയെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് ആകാശ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് റൂട്ടഡ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട്.